പയ്യനെന്ത് ബൂമ്ര, നേരിട്ട് ആദ്യ പന്ത് തന്നെ സിക്സറിന് അങ്ങ് പറത്തി. ആ ഓവറിൽ വീണ്ടും സിക്സർ അടിച്ചു. ട്രെൻറ്റ് ബോൾട്ടിനും കൊടുത്തു. അപ്പോൾ ഈ 15-കാരൻ പയ്യനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വട്ടമേശ സമ്മേളനം കൂടുകയാണ്. ബോൾട്ടും ബൂമ്രയും ഹാർദിക് പാണ്ഡ്യയൊക്കെ ചേർന്നുകൊണ്ട്. ആര്? ഈ 15 വയസ്സുള്ള പയ്യൻ്റെ അടി കിട്ടി വലഞ്ഞിട്ട് സിക്സർ പോകുമ്പോൾ നമ്മുടെ ഹിറ്റ്മാൻ്റെ ഒരു ജസ്റ്ററുണ്ട്, ഇങ്ങനെ മുഖം വെട്ടിക്കുന്ന. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു നിപ്പുണ്ട്, അതെങ്ങനെ പറയണമെന്ന് നിങ്ങൾക്കറിയില്ല. ഇതായിരുന്നു മുഖഭാവം. ഇമാതിരി അടി ആരായാലും അങ്ങനെയൊക്കെ നിന്ന് പോവില്ലേ? 15 വയസ്സിൽ ലോകത്തെ ഏറ്റവും മികച്ച പേസറൊക്കെ എടുത്തിട്ടാണ് ഇമാതിരി അലക്കലക്കുന്നത്. അവൻ 13 പന്തുകളിൽ നിന്ന് 5 സിക്സറും ഒരു 4 അടക്കം 39 റൺസ് അടിച്ചു. പിന്നെ 14-ാമത്തെ പന്തിൽ അവൻ ഔട്ടായപ്പോൾ അവൻ്റെ ഒരു നിരാശ കാണണം. ചെറിയ പയ്യന്മാർ ഔട്ടാകുമ്പോൾ കരച്ചിൽ വരുന്ന പോലെയൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. അവനാണ്, ആ ചെറിയ പയ്യനാണ് ഇമാതിരി അടി അടിച്ചത്. ഹാർദിക് പാണ്ഡ്യ കളിക്ക് ശേഷം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഹാർദിക് പറയുന്നത് 17-16 വയസ്സുള്ള ഒരുത്തൻ, വയസ്സ് കൃത്യമല്ല ഹാർദിക് പറഞ്ഞത്, കാരണം വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. 15-കാരനാണ് ഈ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാർദിക് പറയുന്നു 17-16 വയസ്സുള്ള ഒരു പയ്യൻ ഇങ്ങനെ കളിക്കുന്നത് തീർച്ചയായിട്ടും ക്വൈറ്റ് ഫാസിനേറ്റിംഗ് ആണ്. അമേസിങ് ടു സീ ദി വേ ഹി ബാറ്റ്സ്, ദി ഫിയർലെസ്നെസ് ഹി ഹാസ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദി ഫിയർലെസ്നെസ്. ആരാണ് എറിയുന്നതെന്നോ ലോകത്തെ ഏറ്റവും മികച്ച ബൗളറാണെന്നൊന്നും അവന് നോട്ടമില്ല. അവൻ ആകെ ബോളേ കാണുന്നുള്ളൂ, അതവൻ അടിക്കും, അത് സംഭവിക്കുന്നു. പിന്നെ ഇപ്പോൾ ചില നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. വൈഭവിൻ്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും നല്ല സമയമാണ് ഈ കടന്നു പോകുന്നത്. പ്രായമായില്ലെന്നും പറഞ്ഞ് അവനെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാൻ വിടാതിരുന്നാൽ അത് BCCI ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്ന്. ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ.